എന്തായാലും ഈ കേസിൽ പോലീസ്, ഞാൻ ബിജീഷിലേക്ക് വീണ്ടും, പോലീസ് ഈ നിതിൻ്റെ കേസിൽ പോലീസ് ഇപ്പോൾ എത്തുന്നത് ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്ന സംഗതി ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. താൻ ലോൺ എടുത്തു, റെഫറൻസ് ടീച്ചറുടേത് കൊടുത്തു, ടീച്ചർക്ക് കോൾ വന്നു, ടീച്ചർക്ക് പ്രയാസമുണ്ടായി, അതിൻ്റെ കുറ്റബോധം വളരെ വേഗത്തിൽ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്യാനുള്ള പ്രേരിപ്പിച്ചു എന്ന പോയിന്റിലേക്കാണോ പോലീസ് എത്തുന്നത്? പോലീസ് ഈ രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഇമ്മീഡിയറ്റ് കാരണം ഇത് തന്നെയാണ്. അതായത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സമ്മർദ്ദം, അത് 9-ാം തീയതി 98 കോളുകൾ, അതുപോലെ തന്നെ 26 കോളുകൾ ടീച്ചർക്കും ലഭിച്ചു. അതിന് പുറത്ത് രണ്ടുപേരും വലിയ തരത്തിലുള്ള മാനസിക സംഘർഷത്തിലായിരുന്നു. ടീച്ചർക്ക് ഈ കുട്ടി ഫേവറേറ്റ് സ്റ്റുഡന്റ് എന്ന രൂപത്തിൽ ടീച്ചറും, അതുപോലെ തന്നെ ഫേവറേറ്റ് ടീച്ചർ എന്ന രൂപത്തിൽ കുട്ടിയും കണ്ടിരുന്ന ആൾക്കാർക്ക് പരസ്പരം ഉണ്ടായ ഈ മാനസിക വിഷമം അത് വലിയ തരത്തിലുള്ള സംഘർഷമായി സൃഷ്ടിച്ചു. അത് പ്രിൻസിപ്പലിന്റെ അടുത്ത് ഈ വിവരം എത്തുകയും ഇത് സംബന്ധിച്ച് പരാതി നൽകാൻ ടീച്ചർ ഒരുങ്ങുകയും ചെയ്യുന്നതിനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ഈ പ്രിൻസിപ്പൽ ഫോൺ പിടിച്ചു വെക്കുകയും ചെയ്തു. ഇതൊക്കെ കൂടി ഇതിൽ ഒരു വലിയ തരത്തിലുള്ള മാനസിക സംഘർഷത്തിലാണ്. പക്ഷേ അതിൽ ജാതി അധിക്ഷേപം അല്ലെങ്കിൽ ഈ അധ്യാപകന്റെ ഭാഗത്തുള്ള പീഡനം അത് വലിയ തോതിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ടോർച്ചർ നടന്നു എന്നുള്ളത് കൃത്യമായി പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. അത് പക്ഷേ മാസങ്ങൾക്ക് മുൻപ്, അതായത് ഏകദേശം ഒരു മാസത്തിന് മുന്നേ നടന്നൊരു സംഭവമായിട്ടാണ് പോലീസ് വിലയിരുത്തുന്നത്. അതിനുശേഷം ഈ അധ്യാപകനും നിതിനും തമ്മിൽ കണ്ടതായിട്ടുള്ള വിവരങ്ങളില്ല. അതുകൊണ്ട് അതൊരു ഇമ്മീഡിയറ്റ് ഇത്തരത്തിൽ മരണത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പോലീസ് ഈ ഘട്ടത്തിൽ കാണുന്നില്ല. പക്ഷെ അതൊരു ക്രൈമായിട്ട് തന്നെ പോലീസ് കാണുന്നു. അത് അത്തരത്തിൽ മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ ഈ ഇമ്മീഡിയറ്റ് കാണുന്നത് ലോൺ ആപ്പുകാരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഭീഷണിയാണ്. അത് വലിയ തരത്തിൽ ഈ സമൂഹത്തിൽ ഒരു കൃത്യമായി വളരുന്നുണ്ട്. അതിന്റെ ഒരു ഇരയായിട്ട് നിതിൻ മാറി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. രണ്ട് സംഭവത്തിലും തുല്യ പ്രാധാന്യത്തിൽ. ഒപ്പം ഇതിനകത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ആ കുട്ടികൾക്കെതിരായ പീഡനത്തിന്റെ കാര്യവും പോലീസ് വ്യക്തമായി തന്നെ അന്വേഷിക്കുന്നു. അതിന്റെ തെളിവുകളിൽ കൂടി ശേഖരിക്കാനുള്ള ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ശരി, ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. നിതിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസിന് പുതിയ ചില വിവരങ്ങൾ കിട്ടുന്നു. അത് ചില CCTV ഫുട്ടേജസ് കിട്ടുന്നു. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്ന ഫുട്ടേജസ് കിട്ടിയിട്ടുണ്ട്. അത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ വിളിപ്പിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പല കാരണങ്ങൾ ഈ മരണത്തിനുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ബിജീഷ് കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.